ഓക്കെ ബൈ. അസ്സാം വലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഞാൻ എൻ്റെ ലൈഫിലെ ഏറെക്കുറെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ ഈ വ്ളോഗ് വഴി നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നുണ്ട്. എന്നാൽ എല്ലാതും അല്ല കേട്ടോ, വളരെ കുറച്ച്. എന്നോട് പലരും പറയും നിൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാമെന്ന്. അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒരിക്കലും ഒരു മനുഷ്യന് ആരുടെ മുന്നിലും ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല അല്ലേ? എനിക്കെന്ന് മാത്രമല്ല, ആർക്കും പറ്റത്തില്ല. നമ്മളെക്കുറിച്ച് ഏറ്റവും നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നിട്ടുണ്ട്, ഞാൻ എല്ലാം എൻ്റെ ആ ഒരു ഫ്രണ്ടിനോട് പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാം എൻ്റെ ലൈഫ് പാർട്ട്ണറോട് പറയാറുണ്ട്, മക്കളോട് പറയാറുണ്ട്. അങ്ങനെയില്ല. നമ്മുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ ആയിരിക്കും നമ്മൾ അവരോടൊക്കെ പറഞ്ഞിരിക്കുക. നമ്മളെ ഏറ്റവും ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് എല്ലാ പേഴ്സൺ അങ്ങനെയാണ്, ഓരോ വ്യക്തികളും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന് എന്ത് പറയും, ഇന്ന് എന്ത് സംസാരിക്കും, ഇങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ അങ്ങ് തുടങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് അല്ലെങ്കിൽ കമൻറ്റ് വായിക്കുക, എന്തെങ്കിലുമൊക്കെ വന്ന് 20-25 മിനിറ്റ് 30 മിനിറ്റൊക്കെ ഞാൻ സംസാരിച്ച് തീർക്കാറുണ്ട്. പണ്ടൊക്കെ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ, അത് ആൻസർ പറയാൻ. അല്ലെങ്കിൽ ഒരു സാഹിത്യ സമാജ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവാറില്ലേ വെള്ളിയാഴ്ച ലാസ്റ്റ് ഡേയിൽ അല്ലേ, അതിനെക്കുറിച്ച് പറയാം. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോടൊരു കുട്ടി ഏത് ഷെയ്ഡാണ് യൂസ് ചെയ്യണത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് റെവലോനാണ്, മറ്റേത് ഇൻസൈറ്റ്, പിന്നെ മാസിൻ്റെ കോഫി ബ്രൗൺ ആണ് മറ്റേത് കേട്ടോ. പിന്നെ ഏറ്റവും പിങ്കായിട്ട് കിടക്കണം അത് ബീട്രൂട്ടിൻ്റെ കളറാണ് കേട്ടോ. പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഞാൻ യൂസ് ചെയ്യാറ് ഇതാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഷെയ്ഡാണ്. ഞാൻ കണ്ടതും പോയി മേടിച്ചു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ലിപ്സ്റ്റിക് കഴിയും എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത പിന്നെയാണ് അറിയുന്നത്. എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്തിനാണ് രാവിലെ എണീച്ച് ലിപ്സ്റ്റിക് ഇടുന്നതെന്നുള്ളത്. ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ നമുക്കൊരു ഉറക്കം തൂങ്ങിയ പോലെ ഉണ്ട് കേട്ടോ എൻ്റെ ഫേസ് കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശീലിച്ചതാണ്. ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട്, ഒരുപാട് തോന്നാറുണ്ട്. പക്ഷേ നിർത്താൻ പറ്റുന്നില്ല. കുറേ ആൾക്കാർ അതിന് ഇങ്ങനെ തന്നെയാണ്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ കമൻറ്റിൽ കണ്ടിട്ടുണ്ട്, മരണ വീട്ടിൽ പോകുമ്പോൾ പോലും ലിപ്സ്റ്റിക് ഇല്ലാണ്ട് എങ്ങനെ പോകുമെന്ന് ആലോചിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത്രേ. പക്ഷെ ഞാൻ ആ ഗണത്തിൽപ്പെട്ട ആളല്ല. ഞാൻ ആ സമയത്തൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. എന്തിനാ വെറുതെ. പിന്നെ ഇങ്ങനെ വ്ളോഗ് എടുക്കുമ്പോഴൊക്കെ ചെറിയ ഷെയ്ഡ് യൂസ് ചെയ്യും. അഥവാ എൻ്റെ അങ്ങനെ ഫേസിൽ നല്ലപോലെ ഉണ്ട് എന്ന് അറിയുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഞാൻ ആ ബീട്രൂട്ടിൻ്റെ കളർ ഇട്ടിട്ട് അത് മറന്നു പോകുന്നത് കേട്ടോ. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലാണ് കുറേ ആൾക്കാർ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് കൂടിപ്പോയി എന്ന് പറയുന്നത്. അത് ആ പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ സാഹിത്യ സമാജ അവിടെയാണല്ലേ പറഞ്ഞു നിർത്തിയത്. സാഹിത്യ സമാജക്കൊക്കെ പാട്ടിന് പേര് കൊടുത്ത് പ്രസംഗത്തിന് പേരൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അവിടെ പോയി അത് പറഞ്ഞു ഫിനിഷ് ആക്കുമ്പോൾ കിടന്ന് വരയ്ക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ പക്ഷേ എനിക്ക് ടോപ്പിക്ക് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ ടോപ്പിക്ക് വന്നുകൊണ്ടേയിരുന്നോളും. ഫ്രണ്ട്സ് സംസാരിക്കാൻ ആളില്ല എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. അതായത് ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് പലതും മിസ്സായി പോയിട്ടുണ്ട് എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സങ്കടം അതാണ് കേട്ടോ. ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്ന, അതായത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോണ്ടാക്റ്റ് മാത്രമേ എനിക്കുള്ളൂ. ഒരാളെ എന്നോട് ഇങ്ങോട്ട് ജിനി സുഖമാണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് ആരും മെസ്സേജ് അയക്കാറേ ഇല്ല. പക്ഷേ അത് ഞാൻ യൂസ്ഡായി, കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് ഹായ് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ വരുന്ന ഫ്രണ്ട്സ് മാത്രമാണ് കേട്ടോ എനിക്കുള്ളത്. അതില്ലാത്ത ഒരേ ഒരു ഫ്രണ്ട് ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന. അത് എൻ്റെ കൂടെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ഒരാളാണ് കേട്ടോ. അവനിപ്പോൾ ഗൾഫിലാണ്.
എപ്പോൾ അത്രയും എന്താ പറയുക നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ലൈഫ് ലോങ് ഉണ്ടാവട്ടെ എന്നും വിചാരിക്കുന്നുണ്ട് എന്തായാലും. ഇപ്പം അടുത്തും കൂടെ എന്നെ കോൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അതാണ്. ഞാനായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എന്നോട് സംസാരിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. പക്ഷെ ഞാനത് പറഞ്ഞ് കൂടുതൽ ചളാക്കുന്നില്ല. ഓക്കെ, ഓരോരുത്തരുടെ ബിസി ഉണ്ടാവുമായിരിക്കും, മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നത് കേട്ടോ. ചില സമയത്ത് ഇല്ല, എനിക്ക് എത്ര ബിസി ആണെങ്കിലും എന്നെ ആരും കോൾ ചെയ്താലും ഞാനത് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാമെന്നെങ്കിലും പറയാറുണ്ട്. എനിക്ക് മെസ്സേജ് ആക്കുന്നവർക്ക് ഞാൻ ഉടനെ റിപ്ലൈ കൊടുക്കുന്ന ആളാണ്. അത് ഇൻസ്റ്റയിൽ പോലും കുറേ ആൾക്കാർ എന്നെ ഹായ് ഹലോ ഇത്താന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന, എനിക്ക് അപ്പം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കും. മാക്സിമം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും അത് കേട്ടോ. എനിക്ക് അയ്യോ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് മെസ്സേജ് ആക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ റിപ്ലൈ കൊടുക്കുക എന്നുള്ള ഒരു ഇതാണ് കേട്ടോ എനിക്ക് വരാറ്. അപ്പോൾ ഇന്നലത്തെ ചപ്പാത്തി ബാക്കി വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു റോള് പോലെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് രാവിലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ തന്നെ കുറേ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബാക്കി ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് ദോശ വേണ്ട അത്രേ. അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടിയാണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് പോകുമെന്ന് പറഞ്ഞിട്ട് അവർ വേറൊന്നും കഴിക്കൂല. അങ്ങനെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ? അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് അയൻകുട്ടിക്ക് കൊടുത്തു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കണം, അത് റിഹാൻക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്താ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഉണ്ടാക്കിയിട്ട് അവനക്ക് കൊടുത്തു. കുറേ കമൻസ് വന്നിട്ടുണ്ട് എന്നത്തെയും പോലെ, അതെല്ലാം വായിക്കണം. കേൾക്കുന്ന ആൾക്കാർക്കും എനിക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതെല്ലാം വായിക്കാം അല്ലേ, പതിയെ. മോസ്റ്റ്ലി വന്നത് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പം അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ജിനിത്താൻ്റെ ഇതിലേ പോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ കൂർഗിൽ വരുമ്പോൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും വരാൻ ചാൻസ് ഒന്നും ഇല്ല കേട്ടോ, എനിക്കറിയില്ല, വരികയാണെങ്കിൽ പറയാം കേട്ടോ. പിന്നെ തടി കൂടുതലാണ്, ജിമ്മിന് പോയിക്കൊണ്ടിരുന്ന ആൾ തന്നെയാണ് മാഷി. ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇടുപ്പ് വേദന വന്നുകൊണ്ട് നിർത്തിയതാണ് കേട്ടോ. തടി ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നല്ല തൈറോയിഡ് ഉള്ള ആളാണ് ഞാൻ. 50 mg ടാബ്ലറ്റാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം സക്സസ് ആക്കാൻ പറ്റുമോ അറിയില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ ഞാൻ അതും വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിട്ടൊന്നും ഇരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. മക്കൾക്ക് ഞാൻ ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാറ്റിലും മാക്സിമം ഞാൻ വെജിറ്റബിൾ ഉൾപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നോട് എഗ് ഡയറ്റാണോ ജീനി ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ കീറ്റോ ഡയറ്റ് പോലെ എന്ന് പറയാം. കീറ്റോ ഡയറ്റ് ആണെന്നുള്ളതും കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ. പിന്നെന്താണ്, എല്ലാ ആഴ്ചയും വീട്ടിൽ പോകുന്ന ഒരു ഭാഗ്യവതി ഉണ്ട് കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ. എന്തായാലും അത് കേട്ടപ്പോൾ നല്ല സന്തോഷമായി. അടുത്താണോ വീട്? അടുത്താണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പോകാം. ഇവിടെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അങ്ങനെ എല്ലാ ദിവസവും വരും സ്വന്തം വീട്ടിലേക്ക്. അത് അത്രയും അടുത്ത് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഉമ്മ ജിനിക്ക് എന്താണ് തന്നത് തടി കൂടാൻ വേണ്ടി? ഉമ്മ തരണമെന്നൊന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരുന്നാൽ തടിക്കും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്രാവശ്യം പോയപ്പോൾ അറിയാമല്ലോ, ഫുൾ കഹാനി, കറങ്ങൽ, ഫുഡടി. വീട്ടിൽ ശരിക്കും ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷെ ഞാൻ പണികളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് കാരണം ഞാൻ കുറച്ച് കൂടി. ഇവിടുന്ന് പോയതിനേക്കാളും 2 കിലോ കൂടിയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെയാണ് ചില സമയത്തുണ്ടല്ലോ. അത് എന്താ ഇനി പറയുക, പണ്ടുള്ളവർ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ മനസ്സ് നല്ലതായതുകൊണ്ട് അത്രേ. അങ്ങനെ ഞാൻ പറയില്ല കേട്ടോ, നമ്മുടെ ബോഡി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ മോൻക്ക് റൈസാണ് കൊടുത്തത്. അയൻകുട്ടിക്ക് റിഹാൻക്ക് ദോശയാണ് കേട്ടോ കൊടുക്കുന്നത്. ക്യാരറ്റ് ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് മല്ലിയിലൊക്കെ ഇട്ട് കുറച്ച് ദോശപ്പൊടി ഇഡലിപ്പൊടിയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇഡലിപ്പൊടി ഞാൻ ഇത് മേടിച്ചതാണ്, എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. എന്നോട് ഉണ്ടാക്കാത്തത് എന്താണ്, ഞാൻ പിണങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ദോശ കഴിക്കാൻ. അങ്ങനെയൊന്നും ഞാൻ കഴിക്കാൻ പാടില്ല, പക്ഷേ ജസ്റ്റ് കുഞ്ഞു പീസൊന്ന് ടേസ്റ്റ് നോക്കിയതാണ്. ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ചട്ടിയിൽ ഒന്ന് വഴറ്റിയെടുത്തു. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്ത് അതിലേക്കൊരു 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു. ഇത്തിരി പെപ്പറും
ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ചധികം വെജിറ്റബിളും എടുക്കുന്നുണ്ട്. ഫ്രൂട്ട് എടുക്കണം, പക്ഷേ ഫ്രൂട്ട് മേടിക്കാൻ പോകാൻ സമയം കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഇന്നലത്തെ വീഡിയോൻ്റെ തംബ്നെയിൽ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കമൻറ്റ് ഡെയിലി വായിക്കാറുണ്ട്, താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ചിക്കൻ കറി സൂപ്പർ, അങ്ങനെ കുറേ കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ജിനിത്താന് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഫർഹാന എന്നാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മുത്തേ. ജിനി അടിപൊളിയായിട്ട് ചിരിക്കൂ, നീ മൊഞ്ചത്തിയാണ്, കുശുമ്പുള്ളവരാണ് നെഗറ്റീവ് പറയുന്നത് എന്ന്. ഓക്കെ, ഇനിയിപ്പോൾ മൊഞ്ചത്തി അല്ലെങ്കിലും മനുഷ്യന്മാർ ചിരിക്കണ്ടേ, എന്താണ് ഇനിയിപ്പോൾ ഈ പറച്ചിൽ കേട്ടിട്ടോ അല്ലെങ്കിൽ നീ മൊഞ്ചത്തി ഒന്നും അല്ല എന്നായിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത്. എന്താവട്ടെ, പക്ഷേ എനിക്ക് ചിരിക്കാൻ തോന്നിയാൽ ഞാൻ പരിസരം മറന്ന് ചിരിക്കും, അങ്ങനെയും ചിരിക്കുന്ന ആളാണ് ഞാൻ. കുറേ കാലം ഞാൻ വായി പൊത്തി ചിരിക്കുമായിരുന്നു കേട്ടോ, ഒരു കോൺഫിഡൻറ്റ് കുറവ്. അന്നൊക്കെ എൻ്റെ പല്ല് പൊങ്ങി ഒരുമാതിരി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അറിയാണ്ട് കൈ ഇങ്ങനെ പോകാൻ തുടങ്ങി. ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നിയാൽ ഞാൻ ചിരിക്കും, വായി തുറന്നിട്ട് ഞാൻ ചിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾ പോയത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വരാൻ കാരണം ഉമ്മാക്കും ഉപ്പാക്കും ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. എല്ലാ മാസമുള്ള ചെക്കപ്പാണ്. എയർഫോഴ്സിൽ എന്താ പറയുക ആണ് ഉപ്പ. അപ്പോൾ ആയിരുന്നു, റിട്ടയർഡായി കുറേ വർഷമായി. അപ്പോൾ അവരുടെ ഹോസ്പിറ്റലുണ്ട് കേട്ടോ, അത് പുതുപ്പെരിയാരത്താണ്. അപ്പോൾ അവർ എല്ലാ മാസവും ഒരു മന്ത് ഫസ്റ്റിലാണ് ചെക്കപ്പിന് പോവാറ്. അങ്ങനെ BP, ഷുഗർ, പിന്നെ അവർക്ക് കുറേ ടാബ്ലറ്റ് ഉണ്ട്, അതെല്ലാം അവിടെ നിന്ന് മേടിച്ചിട്ട് വരും. അങ്ങനെ എല്ലാ മാസവും ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് 6 ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ തേങ്ങ ചുരവ മടിച്ചിട്ട് ഇങ്ങനെയാട്ടോ ചെയ്തുകൊണ്ടിരിക്കണത്. ഇങ്ങനെ ചെയ്യണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ ഇത്ത സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. അതൊന്നും നോക്കണ്ട, മുന്നോട്ട് പോയിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നെഗറ്റീവ് കമൻറ്റുകൾ പറഞ്ഞിട്ടായിരിക്കും അല്ലേ? ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കമൻസ് സെക്ഷനിൽ വരുന്ന കമൻസൊക്കെ ഞാൻ വായിക്കാറില്ലേ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മളതൊക്കെ ആ ഒരു രീതിയിൽ അങ്ങ് വിട്ടിട്ടുണ്ട്. പിന്നെ ജിനിയുടെ വ്ളോഗാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. സൂപ്പർ വീഡിയോ. നമ്മുടെ FBയിലുള്ള കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ജിനി അടിപൊളി വീഡിയോ, എല്ലാ വീഡിയോസും കാണാറുണ്ട്, സൂപ്പറാണ്, സൂപ്പർ. കുറേ തംസപ്പ് വന്നിട്ടുണ്ട്, അതുപോലെ ഹാർട്ട് വന്നിട്ടുണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ കമൻറ്റ്സ് ഇടുക. Q&A ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല, ഒരു ദിവസം ഞാൻ നടത്താം. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻ അതിൽ വന്നിട്ടുണ്ട്. മുട്ട കഴിക്കുകയാണെങ്കിൽ മുട്ട മാത്രം, മറ്റേ ഇഡലി, ദോശ, ചോറ് അത് കഴിച്ചാൽ തടിക്കും. അങ്ങനെയാണ് അവർ നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്യേണ്ടവർക്ക് അതാണ് നല്ല ഫുഡല്ലേ, ഹെൽത്തി ഫുഡാണ് ഇഡലി. അപ്പോൾ ഉമ്മയൊക്കെ റെഡിയായി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേഗം പോയി ചായ വെക്കുന്നുണ്ട് കേട്ടോ. എത്ര ഡയറ്റിംഗ് ആണെങ്കിലും എനിക്ക് ചായ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങൾ ഇഡലിയുടെയും ചോറിൻ്റെയും അതിനൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഡലി ഹെൽത്തിയാണ്, പക്ഷേ ഓവറായിട്ട് കഴിച്ചാൽ വേഗം തടി വയ്ക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇഡലി. അപ്പോൾ തടി വയ്ക്കണം എന്നുള്ളവർക്ക് ഇഡലിയും ദോശയൊക്കെ നന്നായിട്ട് ഡെയിലി ഉണ്ടാക്കി കഴിക്കുക, വേഗം തടി വെച്ചോളും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. വെള്ളരിക്ക ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഞാൻ കുറച്ച് അതിൻ്റെ കൂടെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. എഗ്ഗിൽ പിന്നെ വെജീസ് കംപ്ലീറ്റ് ഇട്ടിട്ട് ഞാൻ ഒന്ന് സ്ക്രാമ്പിൾ ആക്കി എടുത്തിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ ആൾക്കാർ എന്നോട് അതും ചോദിക്കുന്നുണ്ട്, ഇത്ത കഴിക്കുന്ന ഫുഡ് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി, ഞങ്ങൾക്കൊന്ന് നോക്കാനാണെന്ന് പറഞ്ഞിട്ട്. അതേപോലെ എൻ്റെ ഫോണിലുള്ള ലൈനുകൾ കണ്ടിട്ട് ആരും പേടിക്കേണ്ട, 10-20 ലൈനായിട്ടുണ്ട്, അത് മാറ്റണം. അന്ന് കോയമ്പത്തൂർ പോകാമെന്ന് വിചാരിച്ചത് അതിനും കൂടെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. OnePlusൻ്റെ ഷോറൂം അവിടെ ഉണ്ട്, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവച്ചു, ചായയും കൊണ്ടുവച്ചു. ആ കുഞ്ഞു കപ്പ് ചായ എനിക്കുള്ളതാണ്. മൊത്തത്തിൽ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒരു ദിവസം കുടിക്കുന്നുണ്ടാവും. അത് കുടിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല അല്ലേ, ബാക്കി മെലിഞ്ഞാൽ മതി. എന്തായാലും 2 മാസം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല, ഇൻഷാല്ലാ നോക്കട്ടെ. ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുകയാണ്. എന്താ പറയുക, അപ്പോഴേക്കും അവർ പോകാനും ടൈമായിട്ടുണ്ടായിരുന്നു. വെറുതെ അത്രയും സമയം വെറുതെ നിൽക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ടൈമായിരുന്നു കേട്ടോ, 9 മണിക്ക് കറക്റ്റ് കഴിക്കണം. 50 ചേച്ചിനെ ഇന്നലെ കണ്ടു മമ്മി, ചേച്ചിക്ക് ഇന്നും കൂടെ എവിടെ
ആഘോഷങ്ങളൊന്നുമില്ല, പക്ഷെ ഓക്കെ ബൈ. പിന്നെ മസ്റ്റായിട്ട് 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടത്. അത് 7 മണി ടു 9 മണി ടു 7 മണി ഇതിൻ്റെ ഉള്ളിലാണ് കുടിച്ച് തീർക്കേണ്ടത്. 7 മണി കഴിഞ്ഞാൽ ഞാൻ ആഹാരവും വെള്ളവും ഒന്നും കുടിക്കാറില്ല. ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ഒരു ബോഡിക്ക് അനുസരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫോളോ ചെയ്താൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നവർ മാത്രം ഫോളോ ചെയ്യുക, അല്ലാത്തവർ ഫോളോ ചെയ്യണ്ട. നമുക്ക് ഒരുമിച്ച് തടി കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. എൻ്റെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് തടി കുറയ്ക്കാൻ പറ്റുകയാണെങ്കിലും, അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വെയിറ്റ് 74 ആയിരുന്നു. അതും ഞാൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. എത്ര കുറയുന്നുണ്ട് എന്നുള്ളതും ഞാൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. അത് വീഡിയോയോ ഫോട്ടോ സഹിതം മെൻഷൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു 74 ഫോട്ടോ ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇനി നാളെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാൻ വെയിറ്റ് നോക്കുന്നത്. അവർ പോയ ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ വേഗം കഴുകി അടുക്കളയൊന്ന് ക്ലീനാക്കി. വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് പോയി എടുത്തിട്ട് വന്നു കേട്ടോ. ഇനി ഉണങ്ങാനുള്ള ഡ്രസ്സുകൾ വേണം. അതിന് മുമ്പായിട്ട് ഈ ഭാഗത്തൊന്ന് അടിച്ചു വാരിയെടുക്കണം. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഞാൻ ചെയ്യുന്ന സമയത്ത് വേഗം ഡ്രസ്സുകൾ മാറ്റിയിട്ട് അടിച്ചു വാരിയിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഡ്രസ്സുകൾ ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഫിഷ് വാങ്ങിച്ചതുണ്ട്, അത് ഞാൻ ഐസ് കളയാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സെക്ഷനായിട്ട് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ട് എന്തൊരു സ്പീഡാണെന്നൊന്നും വിചാരിക്കേണ്ട, സ്പീഡാക്കിയതാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. തൊടിയിൽ ഞാൻ അടിച്ചു വാരാൻ വേണ്ടി പോയിട്ടില്ല. ഇന്നിപ്പോൾ എന്തായാലും അത് നടക്കില്ല, കാരണം ഫിഷ് വാങ്ങി വെച്ചതിന് എന്താ പറയുക, വാഷ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഫ്രീസറിൽ കയറ്റി വെച്ചതാണ്. ഇനി അതൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. ഫിഷ് ഫ്രൈയും ചെയ്യണം, കറിയും വെക്കണം. പച്ച മാന്തലും ഉണ്ട്, ആവോലി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആവോലി ഫ്രൈ ചെയ്യണം. കുറച്ച് ആവോലി മാറ്റി വെക്കണം പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആവോലി പൊള്ളിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പരിപാടികളൊക്കെ ചെയ്ത് നമ്മുടെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ട്. പിന്നെന്താണ് വിശേഷങ്ങൾ, നിങ്ങൾ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ. വേഗം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതേപോലെ ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് ടോപ്പിക്ക് തീർന്നു പോകും കേട്ടോ. പിന്നെ ബാഡ് കമൻറ്റ് മൈൻഡ് ആക്കണ്ട. ഞാൻ സൗദിയിൽ നിന്നാണ്, എന്നും വീഡിയോ കാണലുണ്ട്. എൻ്റെ മെസ്സേജ് വായിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയണം കേട്ടോ. ഓക്കെ മുത്തേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇൻഷാല്ലാ നാട്ടിൽ വന്നിട്ട് ഞാൻ വരും. നിങ്ങൾ വീട്ടിലേക്ക് പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമട. നല്ല അഡ്രസ്സൊക്കെ ഭയങ്കര ഓർമ്മയുണ്ടല്ലോ. ഇൻഷാല്ലാ പറഞ്ഞിട്ട് വരും കേട്ടോ. ആര് വരികയാണെങ്കിലും. നമ്മളിവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ ആരോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് ജസ്റ്റ് വിളിച്ച് ചോദിച്ചിട്ടൊന്ന് പറഞ്ഞിട്ട് വരണേ. നമ്മൾ ചില സമയത്ത് നമ്മൾ ഉണ്ടാവില്ല, അതൊക്കെ കൊണ്ടാണ് കേട്ടോ നമ്മളത് പറയുന്നത്. അതെൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞാലേ നിനക്ക് മുങ്ങാനല്ലേ എന്ന് പറയും കേട്ടോ. അങ്ങനെയൊന്നുമല്ല, നമ്മൾ ചില സമയത്ത് ഇവിടെ ഇല്ലെങ്കിലോ അത് വിചാരിച്ചിട്ടാണ്. ചിക്കൻ മസാല വിച്ച് ബ്രാൻഡ്, ഈസ്റ്റേൺ ആണോ ചോദിക്കുന്നുണ്ട്. അയ്യോ, ഞാനത് ഓർക്കുന്നില്ല. നെക്സ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഒരു സ്കൂട്ടി വാങ്ങിച്ചൂടെ പാല് വാങ്ങിക്കാനെന്ന്. ഇക്ക ബൈക്കും എല്ലാം ഓടിക്കുന്ന ആൾ തന്നെ ആയിരുന്നു. 2 പ്രാവശ്യം ആക്സിഡൻ്റ് ആയിട്ട് കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കല്യാണത്തിൻ്റെയൊക്കെ മുന്നെയാണ് കേട്ടോ. അതിനുശേഷം ബൈക്ക് ഉമ്മാക്കും ഇക്കാക്ക് പേടിയുണ്ടോയെന്ന് അറിയില്ല. ഉമ്മ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതാണ്.
എനിക്കും എൻ്റെ മക്കൾക്ക് ബൈക്ക് കൊടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അതായത് ബൈക്ക് നിങ്ങൾ ഓടിക്കണ്ട, നിങ്ങൾ കാറ് മേടിച്ചാൽ മതി വലുതായാൽ എന്നൊക്കെയാണ് ഞാൻ അവരോട് പറയാറ്. പക്ഷെ ഒരു സ്കൂട്ടി മേടിക്കണം എന്നുണ്ട്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് 2 വീലർ ഞാൻ പഠിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കൈയും കാലൊക്കെ ഓടിക്കാനുള്ള നെക്സ്റ്റ് പരിപാടിയാണോ എന്നുള്ള കമൻറ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നുണ്ടോ. ഞാൻ പർപ്പിൾ ചുരിദാറിൽ അടിപൊളി, മുടി കെട്ടൽ നന്നായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്കെന്തോ മുടി കെട്ടിയിട്ട് എന്നെ കാണുമ്പോഴേ എനിക്കെന്തോ പോലെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുടി അധികം കെട്ടാത്തത്. പക്ഷെ വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ മുടി കെട്ടാറുണ്ട് പുറത്ത് പോകുമ്പോൾ കേട്ടോ. അതേപോലെ ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരി, പിന്നെ ഞാൻ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും റൂമൊക്കെ ഒന്ന് വേഗം വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മീൻകറി വെക്കാനുണ്ട്. അതേപോലെ എന്നെ പോലെ തന്നെ ഒരാളുണ്ട്, അതായത് ചായ അരിച്ചിട്ട് അരിപ്പയിൽ നിന്ന് സ്പൂൺ കൊണ്ട് ചായ ഫുള്ള് എടുക്കാറുണ്ട് അത്രേ. അതിങ്ങനെ ആ ലീഫി ആയിട്ടുള്ള ചായപ്പൊടിയാണെങ്കിൽ കുറേ ചായയിൽ നിൽക്കും. പലരും ഇങ്ങനെ പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ പിശുക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ അമർത്തിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരുപാട് ചായയിൽ നിൽക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ നേന്ത്രപ്പഴം അച്ചാറ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേന്ന്. ഞാൻ നേന്ത്രപ്പഴം കൊണ്ട് ഇതുവരെ അച്ചാറ് ഇട്ടിട്ടില്ല. അതിൻ്റെ ലിങ്ക് തരുമെന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് അത്. എനിക്കറിയില്ല കേട്ടോ ഏതാന്ന്. അങ്ങനെ എൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് മടക്കിയെടുക്കുക വിചാരിച്ച് വേഗം വേഗം മടക്കിയെടുക്കുകയാണ്. എൻ്റെ ഫേസ് കുറച്ച് കമ്മിയായിട്ടുണ്ടോ? എനിക്ക് ഈ ഒരു ഷോട്ടൊന്ന് കണ്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫേസ് കമ്മിയാവുക ഡയറ്റ് ചെയ്യുമ്പോൾ. അത് വേണ്ടാത്തൊരു പരിപാടിയാണ് അല്ലേ. എന്നിട്ട് കമ്മിയായിട്ട് എല്ലാവരും പറയും ക്ഷീണിച്ചു, കോലം കെട്ടു, പല്ല് പൊങ്ങി, അങ്ങനെ ഭംഗി പോയി, അതാണ് ഇതാണ്, ഇങ്ങനത്തെ കുറേ കേൾക്കേണ്ടി വരും. നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും. എന്നാലോ കൂടിയാലോ തടിച്ച് ഇതും കേൾക്കേണ്ടി വരും എന്താലേ. അപ്പം ഞാൻ വേഗം തുണികളിനൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ആവശ്യത്തിനാണ് ഇപ്പോൾ ഞാൻ കുറയ്ക്കുന്നത് കേട്ടോ, വേറൊരാൾ പറഞ്ഞിട്ടല്ല. അതും കൂടെ ഞാൻ മെൻഷൻ ചെയ്യാണ്, വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല. കാരണം ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചൊരു ഡ്രസ്സ് അതിപ്പോൾ എനിക്ക് കൊള്ളുന്നില്ല, അതെനിക്ക് വീണ്ടും ഇടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിഡ് മീൽ എടുക്കുന്നുണ്ട്. മിഡ് മീൽ തന്നെയല്ലേ പറയുക, ബ്രഞ്ച് അല്ലേ. അപ്പോൾ ബദാമാണ് കേട്ടോ എടുക്കുന്നത്. ആ ബോട്ടിൽ വെള്ളമല്ലേ, അതിന് 3 ബോട്ടിൽ വെള്ളം കുടിച്ചും തീർക്കണം കേട്ടോ. 7 മണിയാകുമ്പോഴത്തേക്കും അങ്ങ് ബോട്ടിലിൽ എപ്പോഴും വെക്കും ഞാൻ വെള്ളം. ഇടയ്ക്ക് അതൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു ശീലങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഒക്കെ നല്ലതാണ്, ഹെയറിനടക്കം നല്ലതാണ്. ഹെയർ ലോസൊക്കെ ഭയങ്കര കുറയും കേട്ടോ നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വേഗം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫിഷിനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. 2 തരം ഫിഷ് ഉണ്ട്, മൊത്തം 3 കിലോ ഫിഷ് ഉണ്ട് കേട്ടോ. 2 കിലോ ആവൂലി, 1 കിലോ മാന്തളും ഉണ്ട്. നല്ല ഫിഷ് ആയതുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞതാട്ടോ, നല്ല ഫിഷാണ് കൂടുതൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ എടുത്തതാണ്. നല്ല ഫിഷ് തന്നെ ആയിരുന്നു. അതിന് 2നെയും വേർതിരിച്ച് 2ഉം ക്ലീൻ ചെയ്ത്, ആവോലി ഞാൻ ഫുള്ളും ക്ലീൻ ചെയ്ത മീനാണ്, എന്നാലും നന്നായിട്ട് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഉള്ളിലൊക്കെ ഒന്ന് കഴുകി മൊത്തം വാഷ് ചെയ്തെടുത്ത് വരഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കണം. പിന്നെ മാന്തൾ നല്ല വലിയ മാന്തളാണ് കേട്ടോ. ശരിക്കും നമുക്ക് മുഴുവനെ വറുക്കാൻ നമ്മുടെ കയ്യിൽ ചട്ടി ഉണ്ടാവില്ല, അത്രയും നീളമുള്ള മാന്തളാണ്. ഞാനത് കാണിക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ മാന്തളിനെ ഞാൻ കറി മാത്രം വെക്കാൻ എടുക്കണം, ബാക്കിയുള്ളത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ തന്നെ വെക്കും, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കും. മസാല എപ്പോഴും ഇങ്ങനെ കൂട്ടി വെക്കണേക്കാട്ടിലും നല്ലത് അതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മാന്തൾ. ഇനി ഇതിനൊക്കെ നന്നാക്കി എടുക്കണം കേട്ടോ, വാഷ് ചെയ്തെടുക്കണം. നന്നാക്കിയ മീനാണ്, പക്ഷെ ഇതിനൊക്കെ കഴുകി വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിനെയാണ് ഞാൻ ഈ നന്നാക്കൽ എന്ന് പറയുന്നത്. നമുക്ക് പൊതുവേ എല്ലാ മീനും നന്നാക്കി തരും കേട്ടോ, നമ്മൾ മേടിക്കണം അവിടുന്ന്. പിന്നെ കറിക്കും വറുക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേഗം നന്നാക്കി എടുക്കുകയാണ്. ഇന്ന് നോക്കിയിട്ടുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റോക്കില്ല, ഒന്നുമില്ല. ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് ടൈം സമയമുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് കുക്കിങ്ങിന് നിൽക്കില്ലേ, അങ്ങനെയാട്ടോ ഞാൻ ഇന്ന് നിന്നത്. അതുകൊണ്ട് തന്നെ നല്ല സമയമാവുകയും ചെയ്തു ഇന്ന് അടുക്കളയിൽ നിന്ന് പോകാനൊക്കെ. അങ്ങനെ മീൻകറി എന്തായാലും വെക്കുകയല്ലേ, ജസ്റ്റ് കാണിച്ചു വിടാം അല്ലേ. ഉലുവയും ജീരകം ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ നന്നാക്കി എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരിയാണ് കേട്ടോ കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കാന്താരി പൊട്ടി തെറിക്കണമെന്ന് തോന്നിയപ്പോൾ വേഗം അടച്ചു വെച്ചു കേട്ടോ, ഇല്ലെങ്കിൽ മോന്ത പോയി കിട്ടും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് കേട്ടോ എടുത്ത്.
പൊടി ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഉടനെ തന്നെ ഇളക്കും ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാലയ്ക്ക് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പുളി പിഴിഞ്ഞതൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. പുളിയൊക്കെ വെള്ളത്തിലിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എരിവ്, പുളി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് കാണിച്ച് വിടണമെന്നേ ഉള്ളൂ കേട്ടോ ഞാൻ. പിന്നെ എൻ്റെ കുക്കിംഗ് പലർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് മീനും കൊട്ടിക്കൊടുത്തു. ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളിതാ വേഗം വേവുമല്ലോ, മാന്തളല്ലേ, പെട്ടെന്ന് വേവും. പിന്നെ നന്നായിട്ട് അരച്ച് തേങ്ങയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പതുക്കെ കേട്ടോ ഇതൊക്കെ തന്നെ ഇളക്കി കൊടുക്കണത്, കുത്തി ഇളക്കരുത് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് കട്ടിക്കനുസരിച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറിയ തിള വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ മീൻകറി റെഡി. നമ്മുടെ മീൻകറി പെട്ടെന്ന് 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആവോലി കൊണ്ട് ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി കാണിക്കും. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞപ്പോൾ കുറച്ച് കമ്മിയായിട്ടോ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെളിച്ചെണ്ണയും വിനീഗറും. നമ്മുടെ നോർമൽ മസാലയാണ് കേട്ടോ. ഞാൻ പൊതുവേ ചെറിയുള്ളി ഒരുപാട് യൂസ് ചെയ്യൂല കേട്ടോ. കാരണം മസാല കരിഞ്ഞു പോകും ചെറിയുള്ളി യൂസ് ചെയ്താൽ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറ്. പിന്നെ ചെറിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിതിലോട്ട്. അങ്ങനെ നമ്മുടെ എല്ലാ മീനും ഞാനിവിടെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂർ മതി കേട്ടോ മീനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അപ്പുറം വേണമെന്നൊന്നുമില്ല. പണ്ടുള്ളവർ പറയും കുറേ സമയം വെക്കണമെന്ന്. ഒരു നിർബന്ധമില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ മീനിലേക്ക് മസാല പിടിക്കും. മൊത്തം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ട് തന്നെ പിടിക്കും കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് വിനീഗറും ബാക്കിയൊക്കെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാറ്, വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. പിന്നെ വേഗം നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വേഗം തുടയ്ക്കാനും പോയി. ഉമ്മയും ഉപ്പയും വരുമ്പോഴത്തേക്കും നമ്മുടെ ആ പരിപാടികളൊക്കെ കഴിയണ്ടേ. അപ്പോൾ അവർ ഇന്ന് എത്താൻ 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പണി കഴിയാനും ഇന്ന് 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കരമായിട്ട് വൈകി. ഇനിയിപ്പോൾ 2 വിധത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നും അറിയില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. കാരണം ചെറുപയർ ഇന്നലെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഞാൻ തവ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഓയിലൊന്നും ഒഴിക്കാണ്ട് ഞാൻ ഫ്രൈ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിക്കുന്ന ഫിഷ് അതായത് ചട്ടിയിൽ വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലഷ് വെന്ത് കിട്ടണം. അതല്ലേ നമ്മുടെ മെയിൻ പരിപാടി ഡയറ്റൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തു. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എന്തായാലും പിന്നെ അടിയിലും പിടിക്കില്ലല്ലോ, ഈസി അല്ലേ. അപ്പോൾ ഞാൻ തുടക്കലും കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയത് ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് അവിടെ ക്ലീൻ ആക്കിയ ശേഷമാണ് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടത്. അപ്പോഴത്തേക്കും നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മറ്റേ പാനുകളൊക്കെ ഏകദേശം കേട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മേടിക്കാനായി പാത്രങ്ങളൊക്കെ. പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കേട് വരാറുണ്ട് കേട്ടോ. പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയും മെനയൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പാത്രങ്ങളൊക്കെ മാറ്റാറുണ്ട്. ഇനിയിപ്പോൾ ബാവ മെറ്റൽസിലേക്ക് ഒരു പോക്കും കൂടെ പോവേണ്ടി വരും. കുറച്ച് പാത്രങ്ങളെടുത്ത് പഴയതൊക്കെ എടുത്ത് പുതിയത് മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ ഇക്കാക്കൊക്കെ ഒന്ന് ലീവൊക്കെ കിട്ടുന്ന സമയത്ത് വേണം അതൊക്കെ ചെയ്യാൻ. നമ്മൾ അങ്ങോട്ട് പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുന്ന സമയം നോക്കി അയാൾ മരിക്കുകയും ചെയ്തല്ലോ, അതിൻ്റെ ഓണർ. അപ്പോൾ എന്തായാലും നമ്മൾ അപ്പോഴൊന്നും പോയില്ല കേട്ടോ. അന്ന് നമ്മൾ ലാസ്റ്റായിട്ട് അവിടുന്ന് ഒരു വീഡിയോ ചെയ്തപ്പോഴേ ഇങ്ങനെ ഇനി വരുമ്പോൾ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു പോട്ടൊക്കെ കൊണ്ടുവന്ന് തന്നായിരുന്നില്ലേ. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളുടെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വേഗം നമ്മുടെ സാലഡിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. സാലഡ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. സ്റ്റീൽ സ്പൂണാണ് എടുത്തിട്ടുള്ളത് വെച്ചാലും ഞാനത് നോക്കിയും കണ്ടുവേണം കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് നമുക്ക് കണ്ടാലോ. ഇതാ ചെറുപയർ പുഴുങ്ങിയതും അതിലോട്ട് തവ ഫ്രൈ ചെയ്ത ഫിഷാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഓയിൽ പൊരിച്ച ഫിഷല്ല. ഓക്കെ. പിന്നെ കുറേ അധികം ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി കേട് വേണം കേട്ടോ, തൈരില്ലേ. അപ്പോൾ ഞാൻ സാലഡ് ആക്കിയിട്ട് ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. തൈര് ഇപ്പോൾ മാക്സിമം ഫുഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാൽഷ്യത്തിൻ്റെ കുറവ് നല്ല പോലെ ഉണ്ട്. കാൽഷ്യം ടാബ്ലറ്റ് എനിക്ക് എടുക്കുകയും വേണം കേട്ടോ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഓക്കെ. അപ്പോൾ എൻ്റെ ലഞ്ച് ഇതന്നെ ഡിന്നറായിട്ടും ഞാൻ കഴിക്കുന്നത് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇതാ ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞേക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജും FB പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.